നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കല്ലൂരിലെ ഓട്ട് കമ്പനിയിൽ ടിപ്പർ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ജീവനക്കാരൻ മരിച്ചു. മരിച്ചത് കല്ലൂർ പള്ളം സ്വദേശി സത്യൻ. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടിയ ആന വാഹനങ്ങളും വീട്ടുമതിലുകളും തകർത്തു. ദേശീയപാത അതോറിറ്റിക്കെതിരെ അളഗപ്പ നഗർ പഞ്ചായത്തിന്റെ പ്രമേയം. ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ജനം ദുരിതത്തിലെന്ന് അളഗപ്പ പഞ്ചായത്ത്. CNG ക്ഷാമം. പമ്പുകൾക്ക് മുന്നിൽ വാഹനങ്ങളുടെ നീണ്ട നിര. ഓട്ടോ തൊഴിലാളികൾ ദുരിതത്തിൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണമ്പേട്ട യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് 16-ാം വാർഡിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. കല്ലൂരിലെ ഓട്ട് കമ്പനിയിൽ ടിപ്പർ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ജീവനക്കാരൻ മരിച്ചു. കല്ലൂർ പള്ളം വെണ്ടുരുത്താൻ സത്യനാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. മാവിൻചുവട് ലക്ഷ്മിദേവി ഓട്ടുകമ്പനിയിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. 15 അടിയോളം താഴ്ചയിലേക്കാണ് ടിപ്പർ ലോറി മറിഞ്ഞത്. വൈകിട്ട് 5:30 ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സത്യൻ എത്താത്തതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അപകട വിവരം അറിയുന്നത്. കുടുംബാംഗങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ സത്യന്റെ ബൈക്ക് കമ്പനിയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ടിപ്പർ ലോറിക്കടിയിൽപ്പെട്ട് സത്യനെയും കണ്ടെത്തുകയായിരുന്നു. ഉടൻ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് വെള്ളിയാഴ്ച രാത്രി തന്നെ അപകടസ്ഥലത്തെത്തി അന്വേഷണം നടത്തിയിരുന്നു. മിനിയാണ് ഭാര്യ. +2 വിദ്യാർത്ഥിനിയായ ശ്രീമയി മകളാണ്. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടി. കൊല്ലത്ത് നിന്ന് തൃശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ഇടഞ്ഞോടിയ ആന കാറും ഓട്ടോറിക്ഷയും ബൈക്കുകളും വീട്ടുമതിലുകളും ഗേറ്റുകളും ഉൾപ്പെടെ തകർത്തു. ശനിയാഴ്ച രാവിലെ 9:15 സംഭവം. കുളിപ്പിക്കാൻ കൊണ്ടുപോയി തിരികെ വരുന്നതിനിടെ ചെമ്പൂക്കാവ് ടൗൺ ഹാളിന് മുന്നിൽ നിന്നാണ് ആന ഇടഞ്ഞ് ഓടിയത്. ഓട്ടത്തിനിടെ വഴിയിലുണ്ടായിരുന്ന കാറും ഓട്ടോറിക്ഷയും ആന തകർത്തു. ചെമ്പൂക്കാവിൽ നിന്നും ഓടിയ ആന 2 കിലോമീറ്ററോളം ദൂരമോടി ചേറൂർ ഗാന്ധിനഗർ വരെ എത്തി. ഗാന്ധിനഗർ ഹൗസിംഗ് കോളനിയിലേക്ക് കടന്ന ആന ഹൗസിംഗ് കോളനിയിലെ ഇടവഴികളിലൂടെയും ഓടി. ഇതിനിടെ ഇരുചക്ര വാഹനങ്ങളും വീട്ടുമതിലുകളും ഗേറ്റുകളും ഉൾപ്പെടെ ആന തകർത്തു. ആന 2 മണിക്കൂറോളം ഹൗസിംഗ് കോളനിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇതിനിടെ പോലീസും എലിഫന്റ് സ്ക്വാഡും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി. ഏറെ നേരം പണിപ്പെട്ടാണ് ആനയുടെ പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആനയെ തളച്ചത്. ദേശീയപാത അതോറിറ്റിക്കെതിരെ അളഗപ്പ നഗർ പഞ്ചായത്തിന്റെ പ്രമേയം. ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ജനങ്ങൾ ദുരിതത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിക്കെതിരെ അളഗപ്പ നഗർ പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയം പാസാക്കിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി പ്രമേയം അവതരിപ്പിച്ചു. ആമ്പല്ലൂർ ദേശീയപാതയിൽ ആമ്പല്ലൂർ പ്രദേശത്തു നിന്നും നെന്മണിക്കര പുതുക്കാട് പഞ്ചായത്തുകളിലേക്കുള്ള വെള്ളം ഒഴുകിപ്പോകുന്നതിനായിരുന്ന കൾവർട്ടുകൾ റോഡ് നിർമ്മാണത്തെ തുടർന്ന് അടഞ്ഞുപോയതായും ഇതോടെ പഞ്ചായത്തിലെ 1-19 വാർഡുകളും ആമ്പല്ലൂർ സെന്ററിലും രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടതായും പ്രമേയത്തിൽ ആരോപിച്ചു. സമീപത്തെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളക്കയറി നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതായും സർവീസ് റോഡുകളും കാനകളുടെ സ്ലാബ് പണികളും പൂർത്തിയാക്കാത്തതിനാൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നും പഞ്ചായത്ത് ചൂണ്ടിക്കാട്ടി. അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന ഹൈമാസ് ലൈറ്റ് നീക്കം ചെയ്തതോടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉൾപ്പെടെ പ്രദേശം ഇരുട്ടിലായതായും ജനങ്ങൾ കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്നതായും പ്രമേയത്തിൽ പറയുന്നു. പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് പഞ്ചായത്ത് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് അംഗം പ്രിൻസൻ തെയ്യാലക്കൽ പ്രമേയത്തെ പിന്താങ്ങി. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് CNG കിട്ടാതായതോടെ പമ്പുകൾക്ക് മുൻപിൽ മണിക്കൂറുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര. ആവശ്യമുള്ള ഇന്ധനം ലഭ്യമല്ലാത്തതിനാൽ അന്നന്നത്തെ ഓട്ടം കൊണ്ട് ജീവിത ചിലവ് കണ്ടെത്തുന്നവർ വലയുകയാണെന്ന് ഓട്ടോ തൊഴിലാളികൾ. പരിസ്ഥിതി സൗഹൃദ ഇന്ധനമായ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNG വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ കടുത്ത പ്രതിസന്ധിയിൽ. ജില്ലയിൽ CNG ഫില്ലിംഗ് സ്റ്റേഷന്റെ എണ്ണക്കുറവും നിലവിലുള്ള കേന്ദ്രങ്ങളിൽ വാതക ലഭ്യതക്കുറവും മൂലം വാഹന ഉടമകൾ വലയുകയാണ്. 1-2 മണിക്കൂറുകളോളം വരി നിന്നാലാണ് ഗ്യാസ് ലഭിക്കുക. എന്നാൽ വരിയുടെ ഏറ്റവും പിന്നിലുള്ളവർ 2 മണിക്കൂർ കാത്തുനിന്ന് പമ്പിലെത്തുമ്പോഴേക്കും CNG തീരുകയും ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വരുന്ന സന്ദേശങ്ങൾ നോക്കിയാണ് മിക്കവരും ഇന്ധനം നിറയ്ക്കാൻ പോകുന്നത്.
സാധാരണയായി ഓട്ടോറിക്ഷയിൽ CNG നിറയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ മർദ്ദം 210 ബാർ ആണ്. മർദ്ദം 150 ബാറായി കുറഞ്ഞാൽ ആവശ്യാനുസരണം ഇന്ധനം നിറയ്ക്കാൻ കഴിയില്ലെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. CNG വണ്ടികളെടുത്താൽ പുകശല്യം കുറയും, അന്തരീക്ഷം നല്ല ക്ലിയർ ആവും എന്നൊക്കെയുള്ള ധാരണയിലാണ് ഞങ്ങൾ CNG എടുത്തത്. ഗവൺമെൻറ്റും കൂടി സപ്പോർട്ടായിട്ട് ബാറ്ററിയും CNG നല്ല പുകശല്യം കുറയില്ല. ഇപ്പോൾ CNG കിട്ടാനില്ല. CNG പൈപ്പ് ലൈനിൽ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ ഇപ്പോൾ ബാഡ് ബോയ്സിൻ്റെ പമ്പുണ്ട്, കുളത്തൂർ പമ്പുണ്ട്. ഇവിടേക്കും പണി കഴിഞ്ഞ് കിടക്കണതാ. അത് ഓണാക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പാതിരിക്കും പരച്ചിയും വന്ന് കിടക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഓട്ടം കളഞ്ഞിട്ടുണ്ട് 2-3 മണിക്കൂറേക്ക് ഇവിടെ വരുന്നിട്ട്. അവിടെ ചെല്ലുമ്പോൾ പ്രഷറില്ലാണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗ്യാസ് കയറില്ല. അപ്പോൾ ഞങ്ങളുടെ പൈസ പോകുന്നല്ലാണ്ട് ഗ്യാസ് ഉള്ളിലേക്ക് കയറില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രശ്നം. ഇപ്പോൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറേക്ക് ഇവിടെ കിടന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഗ്യാസ് വന്ന് ഞങ്ങൾക്ക് മെസ്സേജ് വന്നപ്പോൾ വന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും 100 പ്രഷറൊക്കെ കിട്ടുക. ഈ സാധനം കാറ്റ് മാത്രമേ കയറണുള്ളൂ, ഗ്യാസ് കയറണില്ല. ചിലപ്പോൾ മണിക്കൂറുകളോളം വരി നിന്ന് മടങ്ങിപ്പോകേണ്ട സ്ഥിതിയാകും. മർദ്ദം കുറയുന്നതോടെ ഓട്ടോറിക്ഷകൾക്കും മറ്റു വാഹനങ്ങൾക്കും ഒറ്റയടിക്ക് ഒരു ഫുൾ ടാങ്ക് നിറയ്ക്കാനും കഴിയില്ല. ഓട്ടോറിക്ഷകൾക്ക് ശരാശരി 5.5 കിലോ CNG നിറയ്ക്കാനുള്ള ടാങ്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് ദിവസേന പമ്പിലെത്തി കാത്തു നിൽക്കാതെ നിർവാഹമില്ല. എടുക്കുന്ന ലോഡുകൾ വളരെ വേഗം തീർന്നു പോകുന്നുവെന്നാണ് പമ്പ് ജീവനക്കാർ പറയുന്നത്. ആമ്പല്ലൂർ പുതുക്കാട് മേഖലയിലെ നിരവധി വാഹനങ്ങൾക്ക് CNG നിറയ്ക്കാനുള്ള സൗകര്യമുള്ളത് നിലവിൽ നെല്ലായിയിലെ പെട്രോൾ പമ്പിൽ മാത്രമാണ്. കൊളത്തൂരിലും പാലിയേക്കരയിലുമുള്ള പെട്രോൾ പമ്പുകളിൽ പൈപ്പ് വഴി CNG എത്തിക്കുന്ന സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇത് പ്രവർത്തന സജ്ജമായിട്ടില്ല. ഞാനൊരു 15 മാസം ഈ വണ്ടി എടുത്തിട്ട് അന്ന് CNGക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അന്ന് നമ്മുടെ കൊളത്തൂർ പമ്പിലും ഈ പമ്പിലും കിട്ടുന്നതുകൊണ്ട് അത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ കൊളത്തൂർ ഭാഗത്ത് അണ്ടർലൈനിൽ കൂടെ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇതായിട്ട് CNG കിട്ടുന്നില്ല. നമ്മുടെ ഈ ഒരു പമ്പാണ് ആകെ ഉള്ളത്. ഇപ്പോൾ ടാക്സിക്കാരെയും ഓട്ടോക്കാരെയും ഭയങ്കര കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമ്മളെ പോലെ സാധാരണക്കാർ ഒരുപാട് ബാധിക്കുന്ന പറ്റുന്ന. പിന്നെ വിലയാണെങ്കിൽ കൂടിയത് പിന്നെ നിവൃത്തിയില്ലാന്ന് പറയും ഓട്ടോയ്ക്ക്. പക്ഷേ ഇത് 2023 വണ്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു 10 വണ്ടി ഇതേപോലെ ഉണ്ടാവുള്ളൂ മാക്സിമം, അപ്പുറത്തും ഇപ്പുറത്തും. ഇതിപ്പോൾ പെരുകിക്കൊണ്ടിരിക്കുക. CNG ഇപ്പോൾ 2.5 വർഷം കൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ വലിയ മാറ്റമാണ്. വണ്ടികൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ സംഭവിച്ചിരിക്കണമെന്ന് വെച്ചാൽ കൊളത്തൂർ ഒരു പമ്പുണ്ടായിരുന്നു, അത് പൈപ്പ് ലൈന് വേണ്ടിയിട്ട് വർക്ക് കഴിഞ്ഞ് കിടക്കുക. അതുപോലെ ബാഡ് ബോയിയുടെ ഒരു പമ്പും പൈപ്പ് ലൈൻ ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് കുറേ പരിഹാരമാവും. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 വണ്ടിയാണ് ലോഡ് വരുന്നത്. അത് അർദ്ധരാത്രിയാണ് വരുന്നത് ഒരെണ്ണം വരുന്നത് ഈ സമയം. രാവിലെ തൊട്ട് ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. ഈ ഓട്ടോക്കാർക്കൊക്കെ ഇത് കിട്ടിയാലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശമെത്തിയാൽ രാത്രി 12:30-ക്കും 1 മണിക്കുമൊക്കെ ഡ്രൈവർമാർ ഉറക്കമിളച്ച് ഓട്ടോറിക്ഷയുമായി പമ്പിന് മുന്നിൽ വരി നിൽക്കുകയാണ്. ഗ്യാസുമായി ലോറി വന്നാൽ 1.5 മണിക്കൂർ കൊണ്ട് ഗ്യാസ് വിറ്റുതീരും. ഓരോ ദിവസവും പ്രതിസന്ധി കൂടി വരികയാണെന്ന് CNG വാഹന ഉപഭോക്താക്കൾ പറയുന്നു. ഒരു 2 മാസം മുമ്പാണ് CNG കയറ്റിയത്. അപ്പോൾ നമ്മൾ ലാഭം നോക്കിയാണ് അത് ചെയ്തത്. പക്ഷേ നമുക്കിപ്പോൾ ഈ ഇങ്ങനെ ഒരു പമ്പിൽ തിരക്കുള്ള കാരണം കാത്തിട്ടി കിടക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എറണാകുളംകാരനാണ്. എറണാകുളത്ത് പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടില്ല. കുറച്ച് അകത്തേക്ക് കയറിയിട്ട് കുറേ പമ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ തൃശ്ശൂർ പമ്പുകൾ CNGയിൽ കുറേ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രവർത്തനമായിട്ടില്ല കറക്റ്റായിട്ട്. അപ്പോൾ വളരെ ചുരുക്കം പമ്പിൽ മാത്രമേ ഉള്ളൂ അത് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂർ കൂടുതലായി. അപ്പോൾ ഓരോ പമ്പിൽ പോയി ഇങ്ങനെ വെയിറ്റിംഗ് ആയിട്ട് ഇങ്ങനെ കിടക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നിൽക്കണേനും ഇപ്പോൾ CNG തീർന്നു കഴിയുമ്പോൾ ആ പെട്രോളാണ് നമ്മൾ നിൽക്കുന്നത്. ആ പെട്രോളും നഷ്ടം, CNG ഇപ്പോൾ നഷ്ടം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ. അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ. ഓക്കെ. വാഹനങ്ങൾ കൂടിയതോടെ പമ്പുകളിൽ നിറയ്ക്കുന്ന ഗ്യാസ് വേഗത്തിൽ കാലിയാകും. CNG കിട്ടാതെ ഓട്ടം മുടങ്ങിയ ദിവസങ്ങളുണ്ട്. ദിവസ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരെ പട്ടിണിയിലാക്കുകയാണ് ഈ ക്ഷാമം. CNGയെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുന്ന സർക്കാർ ഗ്യാസിന്റെ കുറവ് കണ്ടില്ലെന്ന് നടിക്കരുതെന്ന് തൊഴിലാളികൾ പറയുന്നു. 2 മണിക്ക് മെസ്സേജ് കണ്ടിട്ട് വന്നതാ. ഒരു 40 മിനിറ്റോളം കിടന്നു ഇവിടെ. ഇപ്പോൾ ഡെയിലി 2 പ്രാവശ്യമാണ് വരുന്നത്. ഒരു പ്രാവശ്യം വരുന്നത് നൈറ്റിലാണ്. ആ സമയത്ത് നമുക്ക് വരാൻ കഴിയില്ല. പിന്നെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഓട്ടം കിട്ടുന്ന സമയത്ത് നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ സമയം കളഞ്ഞു ഇതാവണം. എന്തൊക്കെയാണ് അത് മാറുക എന്നുള്ളതൊന്നും അറിയില്ല. അത് മാറി കഴിഞ്ഞാലാണ് വിലയും കൂടി
മൊത്തം സാധനങ്ങൾക്കൊക്കെ എല്ലാം വില കൂടി. ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഓട്ടോ തൊഴിലാളികൾ, ടാക്സിക്കാരൊക്കെ. പമ്പുകളിലേക്ക് ഉടൻ ഇന്ധനമെത്തിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും നിലവിലുള്ള ലഭ്യതക്കുറവ് പരിഹരിച്ച് കൂടുതൽ പമ്പുകൾ സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുമാണ് CNG ഉപഭോക്താക്കളുടെ പ്രധാന ആവശ്യം. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNGക്ക് വില കൂടില്ലെന്ന മോഹന വാഗ്ദാനം കേട്ടാണ് നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ കൂടുതൽ പേരും CNGയിലേക്ക് മാറിയത്. പെട്രോളിനും ഡീസലിനും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വില വർധനവിനും ഇതൊരു പരിഹാരമാകുമെന്നായിരുന്നു ഇവരുടെ പ്രതീക്ഷ. എന്നാൽ ഇപ്പോൾ പെട്രോളിനും ഡീസലിനും എന്ന പോലെ CNGക്കും വലിയ വില വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ CNGയുടെ ലഭ്യതക്കുറവാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ ഓട്ടത്തിനിടയ്ക്ക് മണിക്കൂറുകൾ വരി കിടന്നാണ് ഈ CNG വാഹനങ്ങളിൽ നിറയ്ക്കാൻ കഴിയുന്നത്. അത് ഇവരുടെ നിത്യജീവിതത്തെ കാര്യമായി ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അധികൃതർ ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ വേണമെന്നാണ് ഓട്ടോ തൊഴിലാളികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡ്രോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മറ്റത്തൂർ പഞ്ചായത്ത് 16-ാം വാർഡിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും SSLC വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനവും പുസ്തക വിതരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് MV മിനി അധ്യക്ഷത വഹിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഷബാസ് K കാസിം മുഖ്യാതിഥിയായി. TM ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. നാർക്കോട്ടിക് സെൽ റൂറൽ SI AN സിജു ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് അംഗം ശ്രീജ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KR റെനി, പഞ്ചായത്ത് അംഗങ്ങളായ KR ശശികുമാർ, ജെസ്സി, ഷാഫി കല്ലൂപ്പറമ്പിൽ, CH സാദത്ത്, മുരളീധരൻ കാട്ടുങ്ങൽ, ജോയ് മലയക്കുടി, എൽദോസ് പാലയിൽ, ശശി കാരണത്ത്, ജോണി ഓണപ്പറമ്പൻ എന്നിവർ പ്രസംഗിച്ചു. എനിക്കത് വലിയ ഭാഗ്യമാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടക മറ്റത്തൂർ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടെസി ജോസ് അവർകളാണ്. അവരെ ഏറ്റവും ബഹുമാനത്തോടുകൂടി തന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. മറ്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഭ്യന്തരാംശികളായവർ, മുതിർന്ന പൗരന്മാർ, MDMA, LSD പോലുള്ള രാസലഹരി. MDMA കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ കണ്ടിട്ടുള്ളവരുണ്ടോ? MDMA കണ്ടിട്ടുണ്ടോ? ഏറ്റവും വലിയ സന്തോഷം തെരഞ്ഞെടുപ്പിന്റെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കുന്നതിന് തലേ ദിവസം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണമ്പേട്ട യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് K ശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി, നിയോജക മണ്ഡലം ജനറൽ കൺവീനർ രഞ്ജിമോൻ, യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ, രാഖി രഞ്ജിമോൻ, ഡേവിസ് വില്ലടത്തുകാരൻ, ആന്റു ചോനാടൻ, തോമസ് ചാലിശ്ശേരി, CG ടൈറ്റസ്, ആനന്ദ് മഞ്ഞളി എന്നിവർ പ്രസംഗിച്ചു. K ശേഖരനെ പ്രസിഡന്റായും KK ജോണിനെ സെക്രട്ടറിയായും തോമസിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. വളരെ ചെറിയൊരു യൂണിറ്റ് ആയിരുന്നു പുതുക്കാട് നിയോജകമണ്ഡലത്തിലെ മണ്ണമ്പേട്ട യൂണിറ്റ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു യൂണിറ്റായി പ്രവർത്തിച്ചിരുന്ന യൂണിറ്റ് നമ്മളുടെ 120 താഴെ അംഗങ്ങളായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്ന ഒരു ചെറിയ യൂണിറ്റ്. നമ്മുടെ വളർച്ച വളരെ പെട്ടെന്നിലായിരുന്നു. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ടൈറ്റസ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമുക്ക് 120 താഴെ മെമ്പർമാരെ നമ്മൾക്ക് ഇന്ന് 330ഓളം മെമ്പർമാരായി നിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന മികവ് കൊണ്ട് 100 ചില്ലാൻ മെമ്പർമാർ നമുക്ക് പുതിയതായിട്ട് വന്നു. എനിക്ക് വളരെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഞായറാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. കാലാവസ്ഥാ വകുപ്പ് വെള്ളിയാഴ്ച പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 26 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നെന്മണിക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. ചെറുവാൾ സെന്ററിൽ നടന്ന മഴക്കാല പൂർവ്വ ശുചീകരണം പഞ്ചായത്ത് അംഗം സജിത സുനിൽ ഉദ്ഘാടനം ചെയ്തു. KA അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. PA അനിത പ്രസംഗിച്ചു. വാർഡ് 7-ൽ നിന്നാണ് ശുചീകരണത്തിന് തുടക്കം കുറിച്ചത്. ചെറുവാൾ സെന്റർ, അംഗൻവാടി, സ്കൂൾ, പാഴായി ICDC സബ് സെന്റർ, പരിസരത്തെ വിവിധ കാനകൾ, പാഴായി സെന്റർ എന്നിവിടങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മുരിയാട് പഞ്ചായത്തിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാർഡ് തല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പാറേക്കാട്ടുകരയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ ഉദ്ഘാടനം ചെയ്തു. ADS പ്രസിഡന്റ് ലത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുരയാട് സഹകരണ സംഘം പ്രസിഡന്റ് മനോഹരൻ, ഫാദർ ജോർജി, ആശാ വർക്കർ റെജി, അങ്കണവാടി വർക്കർ അജിത, ഷിജി, CDS മെമ്പർ ശ്രുതി എന്നിവർ പ്രസംഗിച്ചു.
തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ സംഘടനകൾ, വിവിധ രാഷ്ട്രീയ കക്ഷികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിത കർമ്മസേന അംഗങ്ങൾ, അങ്കണവാടി ജീവനക്കാർ, ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ NSS വോളണ്ടിയർമാർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. മുരിയാട് ഗ്രാമപഞ്ചായത്ത് തലത്തിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ സന്ദേശ റാലി തിങ്കളാഴ്ച രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് പവർ കട്ട് ഇല്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. അറ്റകുറ്റപ്പണി നടക്കുന്നതുകൊണ്ടാണ് പവർ ഫെയിലിയർ ഉണ്ടാകുന്നതെന്നും കുറച്ചു ദിവസം കൂടി പ്രയാസമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നന്ദിക്കര സെന്റ് മേരീസ് പള്ളിയിൽ നവദേവാലയ കൂദാശയും തിരുനാളും മെയ് 26 മുതൽ 31 വരെ നടത്തും. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലുള്ള പുനർനിർമ്മിച്ച പള്ളിയുടെ കൂദാശ കർമ്മവും പ്രതിഷ്ഠയും വൈദിക മന്ദിരത്തിന്റെ വെഞ്ചിരിപ്പും മെയ് 26 ഉച്ചതിരിഞ്ഞ് 3:30 ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിക്കും. മെയ് 29, 30, 31 തീയതികളിലായി പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാളും ആഘോഷിക്കും. 28 ഇടവക ദിനം ആഘോഷിക്കും. അന്നേ ദിവസം രാവിലെ 11:30 സമർപ്പിത സംഗമം, വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, 6:30 സംയുക്ത വാർഷികം, 29 വൈകിട്ട് 5:30 തിരുനാൾ കൊടിയേറ്റം, തുടർന്ന് വിശുദ്ധ കുർബാന, 30 രാവിലെ 6:30 വിശുദ്ധ കുർബാന, കൂട് തുറക്കൽ, അമ്പ് വെഞ്ചിരിപ്പ്, വൈകിട്ട് 10:30 അമ്പ് പ്രദക്ഷിണ സമാപനം. തിരുനാൾ ദിനം 31 രാവിലെ 10:15 തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഷാജി തെക്കേക്കര കാർമ്മികനാകും. ഫാദർ ജോജി കല്ലിങ്ങൽ സന്ദേശം നൽകും. വൈകിട്ട് 4:30 തിരുനാൾ പ്രദക്ഷിണം. ശാന്തി ഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലും പുതുക്കാട് ആലപ്പാട്ട് ഐ കെയറും സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് പോളും സംയുക്തമായി ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പും നോൺ പ്രോഫിറ്റ് രക്തപരിശോധന ക്യാമ്പും നടത്തുന്നു. തെക്കേത്തുറവ് സെന്റ് ആന്റണീസ് ചർച്ച് ഹാളിൽ രാവിലെ 7:30 മുതൽ 10:30 വരെയാണ് ക്യാമ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് 9941371997 9496530505 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 27 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ, ഡെമോൺസ്ട്രേറ്റർ കമ്പ്യൂട്ടർ, ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ എന്നീ തസ്തികകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചു. ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തസ്തികയ്ക്ക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിടെക് ഫസ്റ്റ് ക്ലാസ് ആണ് യോഗ്യത. ഇന്റർവ്യൂ ജൂൺ 1 രാവിലെ 10 മണിക്ക് നടക്കും. ഡെമോൺസ്ട്രേറ്റർ കമ്പ്യൂട്ടർ തസ്തികയ്ക്ക് കമ്പ്യൂട്ടർ സയൻസിൽ BSc അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ 3 വർഷ ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കണം. ഇന്റർവ്യൂ ജൂൺ 2 രാവിലെ 10 മണിക്കാണ്. ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ തസ്തികയ്ക്ക് ITI KGCE ഫസ്റ്റ് ക്ലാസ് യോഗ്യത ആവശ്യമാണ്. ഇന്റർവ്യൂ ജൂൺ 2 രാവിലെ 10 മണിക്ക് നടക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നിർദ്ദിഷ്ട സമയങ്ങളിൽ നേരിട്ട് ഹാജരാവുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,580 രൂപ, പവന് 1,16,640 രൂപ. ചെങ്ങലൂർ SN പുരം വിളക്കപ്പാടി മോഹനൻ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ വീട്ടുവളപ്പിൽ. രാധയാണ് ഭാര്യ. ഗീതു, ഗ്രീഷ്മ എന്നിവർ മക്കളും, സുനിൽ, വിനീത് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കല്ലൂരിലെ ഓട്ട് കമ്പനിയിൽ ടിപ്പർ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞ് ജീവനക്കാരൻ മരിച്ചു. മരിച്ചത് കല്ലൂർ പള്ളം സ്വദേശി സത്യൻ. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടിയ ആന വാഹനങ്ങളും വീട്ടുമതിലുകളും തകർത്തു. ദേശീയപാത അതോറിറ്റിക്കെതിരെ അളഗപ്പ നഗർ പഞ്ചായത്തിന്റെ പ്രമേയം. ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥ മൂലം ജനം ദുരിതത്തിലെന്ന് അളഗപ്പ പഞ്ചായത്ത്. CNG ക്ഷാമം. പമ്പുകൾക്ക് മുന്നിൽ വാഹനങ്ങളുടെ നീണ്ട നിര. ഓട്ടോ തൊഴിലാളികൾ ദുരിതത്തിൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണമ്പേട്ട യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് 16-ാം വാർഡിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.